Mammയും Papayയും ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു തന്നു. So I'm going to open the gift right now in front of you. Let's begin to unbox. Wow! So cool! Thank you, Papa and Mama. So I'm going to show you what is it. It's a new iPad Air. ഇതിന്റെ കൂടെ വേറൊരു ഗിഫ്റ്റ് ഉണ്ട്. അത് ന്യൂ iPad പെൻസിൽ. നമുക്ക് ഫസ്റ്റ് iPad ഓപ്പൺ ചെയ്യാം. Wow! ഞാൻ ഗസ് ചെയ്ത പോലെ തന്നെ ഇത് ബ്ലൂ കളറാണ്. Wow! ഇത് കണ്ടോ? ബാക്ക് സൈഡില് എന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടോ? കണ്ട ഇമെയിലും ഉണ്ട്. എന്റെ കയ്യിൽ റെഗുലർ ഐപാഡ് ഉള്ളൂ, പക്ഷേ ഫസ്റ്റ് ടൈമായി എനിക്ക് ഐപാഡ് എയർ കിട്ടുന്നത്. ലെറ്റ്സ് ഗോ ആൻഡ് ഓപ്പൺ അവർ നെക്സ്റ്റ് ഗിഫ്റ്റ്. ഇതാ ഐപാഡ് പെൻസിൽ. ഇതിലും എൻ്റെ പേര് എഴുതിയിട്ടുണ്ട്. ഇതിന്റെ കൂടുതൽ സ്പെസിഫിക്കേഷൻസ് ഒന്നും എനിക്ക് അറിയത്തില്ല, അതുകൊണ്ട് മമ്മ പറയും. സോ ഇന്നത്തെ എൻ്റെ റോൾ എന്ന് പറയുന്നത് ജുവാനയുടെ പുതിയ ഐപാഡിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരിക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഞാനൊന്ന് അതിനെയൊന്ന് നമുക്ക് നമ്മുടെ 6th ജനറേഷൻ ഒരു ഐപാഡ്, പിന്നെ ഒരു ഐപാഡ് പ്രോ, ഇതുമായിട്ടൊന്ന് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്നൊക്കെ നമുക്കൊന്ന് അറിഞ്ഞിരിക്കാം. സോ നമുക്ക് സ്ട്രെയിറ്റ് വീഡിയോയിലേക്ക് പോകാം. അപ്പം ജുവാനയുടെ ഐപാഡ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് നമ്മുടെ പുതിയ ഐപാഡ് എയർ 2020 ആണ് ഇത്. സോ ഇതെന്ന് പറയുന്നത് ഭയങ്കര സിമ്പിൾ സ്ലീക്ക് ഡിസൈനാണ്. കണ്ടോ, ഇതിൻ്റെ സ്ട്രെയിറ്റ് കട്ടാണ്. നമ്മുടെ iPhone 12 ഒക്കെ ആ ഒരു സ്റ്റൈല് തന്നെയാണ്. സ്ട്രെയിറ്റ് ആക്കിയേക്കുവാണ് ഇതിൻ്റെ എഡ്ജസ്. പിന്നെ ഇതിൻ്റെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഇൻറ്റീരിയർ പോകുന്നതിന് മുമ്പ് എക്സ്റ്റീരിയർ ഞാനൊന്ന് പറയും. ഇതിൻ്റെ കളേഴ്സ് എന്ന് പറയുന്നത്
ഒരുപാട് കളർ വേരിയൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇതിൻ്റെ പേസ്റ്റൽ കളേഴ്സാണ് കൂടുതൽ ചെയ്തേക്കുന്നത്. ഇത് സ്കൈ ബ്ലൂ ഉണ്ട്, ലൈറ്റ് ഗ്രീൻ ഉണ്ട്, സിൽവർ, റോസ് ഗോൾഡ്, ഗ്രേ, ഇത്രയും കളേഴ്സിലാണ് ഇത് അവൈലബിൾ. നമ്മൾ സെലക്ട് ചെയ്തത് ബ്ലൂ ആണ്. ഇനിയും ഇതിൻ്റെ പുതിയൊരു ഫീച്ചർ ഇറങ്ങിയതായിരുന്നു ഈ എൻഗ്രേവിങ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള 2 ലൈൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ മെസ്സേജസ് ആയിട്ടോ അല്ലെങ്കിൽ പേരായിട്ടോ ഫോൺ നമ്പർ ആയിട്ടോ ഒക്കെ നമുക്ക് അത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ, നമ്മൾ ഓൺലൈനിൽ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അതൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വരുമ്പോൾ ഇതുപോലെ എൻഗ്രേവ് ചെയ്ത് കിട്ടും. ഈ എൻഗ്രേവ്മെൻറ്റിന് നമ്മൾ പ്രത്യേകിച്ച് അഡീഷണൽ എമൗണ്ട് ഒന്നും അടയ്ക്കേണ്ട ആവശ്യമില്ല, ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. അതുപോലെ തന്നെയാണ് ഐപാഡ് പെൻസിലിനും എൻഗ്രേവ് ചെയ്ത് കിട്ടുന്നത്. പക്ഷേ ഇത് ഇറ്റ് ടേക്സ് ടൈം, അതാണ് ഒരു പ്രശ്നം. എന്ന് വെച്ചാൽ ഇത് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം 1 മാസം ആകുന്നു. അപ്പോഴാണ് നമുക്ക് 2 ദിവസം മുന്നേ ഇത് കിട്ടിയത്. സോ ഇറ്റ് ടേക്സ് ക്വൈറ്റ് ലോട്ട് ഓഫ് ടൈം ടു റീച്ച്. അതാണ് ഒരു പ്രശ്നമുള്ളത്. കാരണം നമ്മൾ അന്ന് നോക്കിയപ്പം ഈവൻ എൻഗ്രേവ്മെൻറ്റ് ഇല്ലാതെ പോലും സ്റ്റോർ പിക്കപ്പ് പോലും അവൈലബിൾ അല്ലായിരുന്നു ആ സമയത്ത്. അതുകൊണ്ടാണ് നമ്മൾ ഓൺലൈനിൽ കൊടുത്തതും ഇങ്ങനെ ഇത്രയും സമയമെടുത്ത് കിട്ടാനും കാരണം. ഇനിയും ഇതിനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ മേടിച്ചിരിക്കുന്നത് ഒരു റീപ്ലേസ്മെൻ്റ് എന്നുള്ള രീതിയിലാണ്. ജുവാനയുടെ നേരത്തെ ഐപാഡാണിത്. ഇതെന്ന് പറയുന്നത് ഒരു 6th ജനറേഷൻ ഐപാഡാണ്. ഈ ഐപാഡും ഇതും തമ്മിൽ എന്താ ഡിഫറൻസ് എന്ന് ഇപ്പം നിങ്ങൾക്ക് തോന്നാം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈസിൽ തന്നെ യു ക്യാൻ സീ ഡിഫറൻസ്. കണ്ടോ? ജുവാനയുടെ നേരത്തെ ഐപാഡ്, അതായത് ഈ ഐപാഡ് എന്ന് പറയുന്നത് 9.7 ഇഞ്ചിൻ്റെ ഐപാഡാണ്. ഇതെന്ന് പറയുന്നത് 10.9 ഇഞ്ച് ഐപാഡ്. ഈ സൈസിലുള്ള ഡിഫറൻസ് മാത്രമല്ല, ദിസ് ഇസ് എ റെറ്റിന ഡിസ്പ്ലേ. പിന്നെ ഇത് കൂടാതെ നോക്കി, ഇതിന് സൈഡിൽ കൂടെയൊക്കെ ഈ സ്പേസ് ഉണ്ട്, ഈ ബട്ടൺ ഉണ്ട്. അതൊക്കെ കംപ്ലീറ്റ്ലി ഇതിൽ റീപ്ലേസ്ഡ് ആയിട്ടുണ്ട്. സോ യു ഗെറ്റ് മോർ സ്പേസ്. അപ്പം വ്യൂയിങ് സ്പേസ് കൂടുതലായിട്ട് കൂടി. അതാണ് ഒരു ഫീച്ചർ. രണ്ടാമത്തെന്ന് പറയുന്നത്, നേരത്തെ ഐപാഡിൻ്റെ ഇവിടെയാണ് നമുക്ക് ടച്ച് ഐ ഡി അല്ലേ. ഇവിടെ എന്ന് പറയുന്നത് നമ്മുടെ ഈ പവർ ബട്ടൺ തന്നെയാണ് നമുക്ക് ടച്ച് സെൻസറായിട്ട് ഉപയോഗിക്കുന്നത്. സോ അത് നമുക്ക് ആദ്യമൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാകും. കാരണം നമ്മൾ ആദ്യം പ്രസ് ചെയ്യുമ്പം ചിലപ്പോൾ ആകും, ഇത്തിരി പ്രസ്സിങ് കൂടിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ശരിയാകും. അപ്പോൾ അതൊക്കെ ഗ്രാജുവൽ യൂസേജിൽ നമുക്കത് ശരിയായി കിട്ടും. സോ അതാണ് ഔട്ടർ ഫീച്ചേഴ്സിലുള്ള ഡിഫറൻസ്. ഇനി നമുക്കിനി ഇൻറ്റീരിയറിലേക്ക് പോകാം. ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഐഡൻറ്റിക്കലാണ് നമ്മുടെ ഐപാഡ് പ്രോ ആയിട്ട്. പക്ഷേ ഐപാഡ് പ്രോ എന്ന് പറയുന്നത് അതിൻ്റെ ബേസിക് മോഡൽ തന്നെ $800 നിന്നാണ് ബിഗിൻ ചെയ്യുന്നത് തന്നെ. പക്ഷേ ഇത് നമുക്ക് അവൈലബിൾ ആയിരിക്കുന്ന ബേസിക് മോഡൽ എന്ന് പറയുന്നത് $599 ആണ്. അതിപ്പോൾ എഡ്യൂക്കേഷണൽ പാക്കേജ് നിങ്ങൾക്ക് എടുക്കുവാണെങ്കിൽ $549 മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കുന്നത്. ഇത് എൻ്റെ കയ്യിലുള്ള നേരത്തെ 2nd ജനറേഷൻ ഐപാഡ് പ്രോ ആണ്. ഇപ്പം പുതിയ ഐപാഡ് പ്രോ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ബട്ടണൊക്കെ എടുത്ത് മാറ്റി കുറച്ചുകൂടെ വൈഡർ സ്ക്രീനൊക്കെ ആക്കിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് സെയിം 13 ഇഞ്ചാണ് സൈസ്. സോ ഈ സൈസ് വെച്ച് നോക്കുമ്പോൾ നോക്കിയേ, സൈസിൽ വളരെ ചെറുതാണ്. പ്രോ പോലെ തന്നെയാണല്ലേ, പ്രോയുടെ സെയിം വർക്കിംഗ് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ പോലും ദ സൈസ് ഓഫ് ദ സ്ക്രീൻ ഈസ് ലെസ്. പിന്നെ രണ്ടാമത്തെ പ്രശ്നം എന്നാന്ന് പറയുന്നത് ക്യാമറയാണ്. പ്രോയുടെ ക്യാമറ ഇപ്പോൾ നിലവിലുള്ള പുതിയ വേർഷൻ ഓഫ് പ്രോയുടെ ക്യാമറ എന്ന് പറയുന്നത് that is same as that of the iPhone 11 Pro, 12 Pro. അതിൻ്റെയൊക്കെ ക്യാമറയുടെ ആ ഒരു സെയിം കപ്പാസിറ്റി ഉള്ള ക്യാമറയാണ് ഐപാഡ് പ്രോയിനുള്ളത്. സോ നിങ്ങൾക്ക് നല്ല പിക്ചേഴ്സൊക്കെ ഐപാഡ് വെച്ച് എടുക്കണമെന്നുള്ളവരാണെങ്കിൽ ഗോ ഫോർ ദിസ്, നോട്ട് ദിസ്. ഇനിയും അഥവാ നിങ്ങൾക്ക് നമ്മൾ ഈ റെഗുലറായിട്ട് ഇപ്പം പ്രത്യേകിച്ച് ഈ കൊറോണ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഐപാഡിൻ്റെ യൂസേജ് വരുന്നത് നമുക്ക് ജോലി ചെയ്യാൻ, പഠിക്കാൻ, പിന്നെ വല്ലവരെയൊക്കെ വിളിക്കാൻ, അതിനൊക്കെ. അപ്പോൾ ഫേസ് ടൈമിനോ അല്ലെങ്കിൽ റെഗുലർ സൂം മീറ്റിങ്ങിനോ അതിനൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ. സോ ഡോണ്ട് ഇൻവെസ്റ്റ് ടു മച്ച് മണി ഓൺ ഐപാഡ് പ്രോ. അപ്പോൾ അതാണ് നമുക്ക് ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം. പിന്നെ ക്യാമറയുടെ വ്യത്യാസം ഞാൻ പറഞ്ഞു, സൈസിൻ്റെ വ്യത്യാസം പറഞ്ഞു. പിന്നെ അടുത്ത വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഫ്രഷിങ് കപ്പാസിറ്റി. ഇനി പ്രോയ്ക്കാണെങ്കിൽ ഹൈ റീഫ്രഷ് റേറ്റ് ഉണ്ട് ദാൻ ദി എയർ. അപ്പം നിങ്ങൾ ഭയങ്കരമായി യൂസ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ഗോ ഫോർ എ പ്രോ. പക്ഷെ നിങ്ങൾ അഥവാ സാധാരണ രീതിയിൽ ചെറിയ വർക്കുകളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഒരു നല്ല ഒരു ചോയ്സ് ആയിരിക്കും ഐപാഡ് എയർ ദ ന്യൂ. ഇനിയും നമുക്ക് ഒരു കമ്പാരിസണും കൂടെ നടത്താം നമ്മളുടെ ഐപാഡും
ഐപാഡ് എയറും വെച്ചിട്ട്. സോ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കപ്പാസിറ്റിയാണ്. ഇതിൽ 32 GB ആണ് ഇതിൻ്റെ സൈസെങ്കിൽ ഇത് നമുക്ക് കിട്ടുന്ന ബേസിക് മോഡൽ തന്നെ കിട്ടുന്നത് 64-ലാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ പ്രോസസ്സർ എന്ന് പറയുന്നത് നമ്മുടെ iPhone 12-ൻ്റെയൊക്കെ സെയിം പ്രോസസ്സറാണ് ഇതിൻ്റെ അകത്ത് വെച്ചേക്കുന്നത്, A14 ബയോണിക് ചിപ്പ്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഭയങ്കര ശക്തിയുള്ള ഒരു കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്ന പോലെ തന്നെ വർക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ഇതിൽ വർക്ക് ചെയ്യുമ്പോൾ. പിന്നെ ഇതെന്ന് പറയുന്നത് കോമ്പാക്റ്റബിൾ ആയിട്ടുള്ളത് ഐപാഡ് പെൻസിലിനോടതെ, പിന്നെ മാജിക് കീബോർഡ് അതിനോടൊക്കെ കോമ്പാക്റ്റബിൾ ആണ്. പക്ഷേ ഇതൊക്കെ മേടിക്കണമെങ്കിൽ നമ്മൾ അഡീഷണൽ വേറെ എമൗണ്ട് പേ ചെയ്യേണ്ടി വരും. സോ ഇപ്പോൾ ഐപാഡ് പെൻസിൽ നമ്മൾ മേടിക്കുകയാണെങ്കിൽ $129 അഡീഷണൽ നമ്മൾ പേ ചെയ്യുമ്പോഴാണ് നമുക്ക് ഐപാഡ് പെൻസിൽ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ മേടിച്ചിരിക്കുന്നത് ശരിക്കും ഒരു എക്സ്ചേഞ്ച് പോലെയാണ് ഇതെടുത്തേക്കുന്നത്. ട്രേഡിനാണ് ചെയ്തേക്കുന്നത്. ഈ ഐപാഡിന് ഞാൻ ട്രേഡിങ് ചെയ്തിട്ടാണ് ഈ ഐപാഡ് ഞാൻ എടുക്കുന്നത്. അതിന് നേരത്തെ ഇത് കൊടുക്കണമെന്നൊന്നുമില്ല. നമുക്ക് ഈ ഐപാഡ് കിട്ടിയ ശേഷം നമ്മൾ ഇത് കൊടുക്കുമ്പോഴേ ഇതിൻ്റെ പൈസ നമുക്ക് തരുള്ളൂ. സോ ഇത് ട്രേഡിങ് ചെയ്തേക്കുന്നത് ഞാൻ ഇത് മേടിച്ചത് എനിക്ക് തോന്നുന്ന ഒരു 3-4 years ബാക്ക്, 3 years ഐ തിങ്ക്. അപ്പോൾ 3 years ബാക്ക് ഞാൻ മേടിച്ചതാണിത്. സോ ഇപ്പോൾ ഇതിൻ്റെ ട്രേഡിങ് വാല്യൂ എന്ന് പറയുന്നത് $170 ആണ് ഇവർ തരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ടോട്ടൽ വാല്യൂന്ന് 170 നമുക്ക് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റും. മാത്രമല്ല നമ്മുടെ ഈ ആപ്പിൾ സപ്പോർട്ട്, അതായത് ആപ്പിൾ കെയർ ഡെഫിനറ്റ്ലി നമുക്ക് ആവശ്യമുള്ളൊരു കാര്യമാണ്. അത് 2 വർഷത്തേക്ക് ഇവർ തരുന്നുള്ളൂ. 2 വർഷത്തേക്ക് തരുമ്പോൾ നമുക്ക് പിന്നീട് എന്തെങ്കിലും കേടൊക്കെ ആയി പോയി കഴിഞ്ഞാൽ നമ്മൾ അഡീഷണൽ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. സോ നമ്മൾ എന്താണെന്ന് വെച്ചാൽ 2-3 വർഷം കൂടുമ്പോൾ ഒരു ഐപാഡ് ഇങ്ങനെ ട്രേഡിങ് ചെയ്ത് ഐപാഡും ഫോണും ഒക്കെ ട്രേഡിങ് ചെയ്തെടുക്കുന്നതിൻ്റെ കാരണം തന്നെ നമുക്ക് ആ ആപ്പിളിൻ്റെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ട്രേഡിങ് ചെയ്തെടുക്കുന്നത്. പിന്നെ പുതിയ പുതിയ ഫീച്ചേഴ്സും അവർ കൊണ്ടുവരുന്നുണ്ട്. അപ്പം ഇതെന്താണ് എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചിനിപ്പം റിമോട്ട് ക്ലാസ്സസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. റിമോട്ട് ക്ലാസ്സസിൽ അവർക്ക് പല ആപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട് അവർ. ഫോർ എക്സാമ്പിൾ ക്ലാസ് കിക്ക് എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. അതിൻ്റെ അകത്താണ് അവർക്കിങ്ങനെ മാത്തിൻ്റെയും പിന്നെ ഇംഗ്ലീഷിൻ്റെ ഒക്കെ ആണെങ്കിലും ടെസ്റ്റുകളും ഒക്കെ നടത്തുന്നത്. അപ്പോൾ അവർക്ക് ടൈപ്പ് ചെയ്യാനും ഒക്കെ ഡെഫിനറ്റ്ലി അത് ബുദ്ധിമുട്ടാണ് പിള്ളേരെ സംബന്ധിച്ച്. പിന്നെ പെൻസിൽ ഉപയോഗിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും നല്ല ഐപാഡിനെ പറ്റുള്ളൂ. ഇവർക്ക് സ്കൂളിൽ നിന്ന് കൊടുത്തേക്കുന്ന ഐപാഡിനൊന്നും ഇങ്ങനെ ഐപാഡ് എയർ ഒന്നും അല്ല, അതിൻ്റെ ഒന്നും ഉള്ള പ്രൊവിഷൻ ഇല്ല. അപ്പോൾ ഇവളുടെ കയ്യിലിരുന്ന ഐപാഡിനും ഇല്ല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു ഇത് മേടിച്ചത്. നമ്മുടെ ഐപാഡ് പ്രോയിനുണ്ട്, അതിന് ഐപാഡ് ഫസ്റ്റ് ജനറേഷൻ്റെ പെൻസിലും ഉണ്ടെങ്കിലും അത് നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് കൊച്ചിനത് കൊടുക്കാനുള്ള നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം അതിൻ്റെ ഇടയ്ക്ക് പല കോളുകളും വരാം, മെസ്സേജുകൾ വരാം, അതൊക്കെ ഡിസ്റ്റർബൻസ് ആവും പിള്ളേർക്ക്. അതുകൊണ്ടാണ് പിള്ളേർക്ക് മാത്രമായിട്ടൊരു ഐപാഡ് വേണം എന്ന് നമ്മൾ ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് മോൾക്ക് മാത്രമായിട്ടൊരു ഐപാഡ് മേടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി ഇനിയും ഞാൻ പറഞ്ഞു പ്രോസസ്സർ നല്ല ഹൈ സ്പീഡ് പ്രോസസ്സറാണ് ഇതിൻ്റെ അത് ആപ്പിൾ പെൻസിൽ കോമ്പാക്ട്. ഇനി ഐപാഡ് ഫസ്റ്റ് ജനറേഷൻ്റെ പെൻസിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ഒരു സ്ലോട്ടിലേക്ക് കുത്തി ചാർജ് ചെയ്യുന്ന പരിപാടിയായിരുന്നു. പക്ഷേ ഇതിൻ്റെ പെൻസിൽ എന്ന് പറയുന്നത് നമുക്ക് ഇതിലേക്ക് മാഗ്നറ്റ് വെച്ചിട്ട് അറ്റാച്ച് ചെയ്തെടുക്കാം. കാണിച്ചു തരാം. ഇതിൻ്റെ ചാർജിങ് ഇങ്ങനെയാണ് ചെയ്യുന്നത്. മറ്റേതിനെയാണെങ്കിൽ ചാർജിങ് ചെയ്യുന്ന കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ജനറേഷൻ്റെ പെൻസില്. ഈ പെൻസിൽ ചാർജ് ചെയ്യുന്നത് നമ്മുടെ ഈ പോർട്ടിലേക്ക് കുത്തി വെച്ചിട്ടാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. സോ അല്ലെങ്കിൽ നമുക്ക് ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ ഒരു ചെറിയൊരു അഡാപ്റ്റർ ഉണ്ട്. അഡാപ്റ്റർ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ കേബിളിലേക്ക് കണക്ട് ചെയ്ത് ചാർജ് ചെയ്യാനും പറ്റും. പക്ഷേ പിള്ളേർക്കൊക്കെ അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. ഇതാണ് അഡാപ്റ്റർ. ഈ അഡാപ്റ്റർ നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് കേബിളിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചാർജ് ആവും. പക്ഷെ പിള്ളേർക്കൊക്കെ ഇപ്പോൾ ചാർജ് ചെയ്തില്ലെങ്കിൽ അവർക്ക് ഉപയോഗിക്കാനും പാടാം. പക്ഷേ ഇതെന്ന് പറയുന്നത് കുറച്ചുകൂടെ ഈസിയാണ്. കാരണം മാഗ്നറ്റിക്കാണ്, പിള്ളേർക്ക് മറന്നു പോവുകയില്ല. ഇങ്ങനെ നമുക്ക് പിള്ളേർക്ക് മാത്രമല്ല കേട്ടോ, വലിയവർക്കാണെങ്കിലും ഇതൊക്കെ ചാർജ് ചെയ്യാനൊക്കെ നമുക്ക് എപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യം തന്നെയാണ്. സോ അതൊരു നല്ല അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നുന്നു. അടുത്ത ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ലൈറ്റ്നിങ് കേബിൾസ് മാറ്റി അതിന് പകരം USB C21 കേബിൾസും ഒക്കെയാണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തേക്കുന്നത്. അതിൻ്റെ അഡാപ്റ്ററാണിത്. അഡാപ്റ്റർ പിന്നെ അതിൻ്റെ കേബിൾ. പക്ഷെ നമുക്കറിയാം ഇപ്പോഴത്തെ iPhone 12-ൻ്റെ അകത്ത് ഈ അഡാപ്റ്റർ ഇല്ല. സോ ഇത് നമ്മൾ മേടിക്കുകയാണെങ്കിൽ iPhone 12-നും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇവരിങ്ങനെയാണെന്ന് തോന്നുന്നു എനിക്കൊന്ന് സെല്ലിങ് നടത്തുന്നത്. കാരണം ഒന്ന് മേടിച്ചാൽ ഒന്ന് യൂസ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഒരെണ്ണം കൂടെ കൂടുതൽ അപ്പോൾ അവരുടെ വിൽക്കാൻ പറ്റുമല്ലോ. ബിസിനസ് ട്രിക്ക്.
ഇനി ഇതിൻ്റെ ബാറ്ററി ലൈഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എക്സലൻറ്റ് ബാറ്ററി ലൈഫ് ആണെന്നാണ് ആപ്പിൾ അവകാശപ്പെടുന്നത്. എനിക്കറിയത്തില്ല, ഞാനിത് മേടിച്ചതേ ഉള്ളൂ. ഞാൻ ഇനിയും ഇത് യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ ആർക്കെങ്കിലും അപ്ഡേറ്റ് ആവശ്യമായിട്ടുള്ളവരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. either നിങ്ങൾക്ക് എന്നെ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ മെസ്സേജ് അയക്കാം. അതിനുള്ള മറുപടി ഞാൻ നിങ്ങൾക്ക് അവിടെ തരാം കേട്ടോ. ഇനി ഇതിൻ്റെ സ്പീക്കറെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ രണ്ട് സൈഡിലുമായിട്ടാണ് സ്പീക്കേഴ്സ്. ഇങ്ങനെ വെച്ച് നിങ്ങൾ സ്പേസ് ടൈം ഒക്കെ ചെയ്യുവാണെങ്കിൽ ഈ സ്പീക്കറിൻ്റെ കപ്പാസിറ്റി മുഴുവൻ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റാതാവും. ലാൻഡ്സ്കേപ്പ് മോഡലാണെങ്കിൽ നിങ്ങൾക്ക് പ്രോയുടെ ഒരു സെയിം വെർഷനിലുള്ള ഒരു സ്പീക്കർ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടും. എക്സ്പീരിയൻസ് കൊണ്ട് നിങ്ങൾക്ക് നല്ല മൂവീസ് ഒക്കെ കാണാനോ അല്ലെങ്കിൽ കൺസോൾ ഗ്രാഫിക്സ് ഉള്ള ഗെയിംസ് ഒക്കെ കളിക്കാനോ ഒക്കെ ഇത് നല്ലതാണ്. ചില കൺട്രീസിൽ ഒക്കെ ഇതിന് കൺട്രോളർ ഡിവൈസസുമായിട്ടും കോമ്പാക്റ്റബിൾ ആണെന്നാണ് പറയുന്നത്. ഇതിൻ്റെ മറ്റൊരു ഫീച്ചർ ആപ്പിൽ പറയുന്നത് ഇതിന് 4K വീഡിയോസ് വരെ ഈസി ആയിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസാണിത്. സോ നമുക്കതിനെ ഈവൻ ഇൻസ്റ്റൻറ്റ് നോട്ട്സ് എടുക്കാനൊക്കെ നമുക്ക് ഈ പെൻ വെച്ചിട്ട് തന്നെ ഈസി ആയിട്ട് റൈറ്റ് ചെയ്ത് നോട്ട്സ് ഒക്കെ എടുക്കാം. അങ്ങനെയൊക്കെയുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്കതൊക്കെ അപ്ഡേറ്റ് ചെയ്യാം ഞാൻ നിങ്ങൾക്ക്, കാരണം ഞാനിത് ഓണാക്കി ഒന്ന് സെറ്റപ്പ് ഒക്കെ ചെയ്ത ശേഷം കാണിക്കാം. ഇപ്പം നമ്മുടെ ഐപാഡ് സെറ്റപ്പ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നേരത്തെ ഐപാഡിൽ നമ്മൾ ബാക്കപ്പ് ചെയ്തെടുത്ത് റീസ്റ്റോർ ചെയ്തെടുക്കുമായിരുന്നു. അടുത്തായിട്ട് നമുക്ക് ആപ്പിൾ പെൻസിൽ അതിലേക്ക് കണക്ട് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ വർക്കിംഗ് നോക്കാം. അപ്പം അത് കാണിക്കുന്നുണ്ട്, വെൽക്കം ടു ആപ്പിൾ പെൻസിൽ കാണിച്ചിട്ട് ആദ്യം നമുക്ക് ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് അവർ കാണിക്കുന്നത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. സോ ലെറ്റ്സ് ബിഗിൻ. സോ നമ്മൾ കണ്ടിന്യൂ ഞെക്കി കഴിയുമ്പോൾ അതിനകത്ത് പറയും ട്രൈ സ്ക്രിബിൾ. അപ്പോൾ നമ്മൾ ആ പറഞ്ഞേക്കുന്ന ആ ഭാഗത്ത് നമ്മൾ എഴുതി നോക്കുമ്പോൾ അറിയാം നമ്മൾ എഴുതുന്ന ഏതാണോ അത് ടൈപ്പിംഗ് ആയിട്ടത് മാറും പിന്നീട്. അപ്പം നമുക്ക് ഇതേ രീതി തന്നെയാണ് ഉള്ളിലും നമുക്ക് സ്ക്രിബിൾ ചെയ്യേണ്ടടുത്ത് സ്ക്രിബിൾ ചെയ്യുക. നമ്മുടെ നോട്ട് എഴുതുമ്പോൾ നമ്മൾ കൈവച്ച് നോട്ട് എഴുതിയാൽ മതി, അത് ഗ്രാജുവലി ടൈപ്പിംഗ് ഫോമിലേക്ക് മാറിക്കോളും. ഇപ്പം മോള് പേര് എഴുതി ടൈപ്പിംഗ് ഫോമിലേക്ക് മാറി. ഇനി ഇത് ഡബിൾ ടാപ്പ് എന്ന് പറയുന്നത് പെൻസിലിൻ്റെ ഒരു മാർക്ക് ഇവിടെ ബ്ലൂ കളറിൽ ഒരു ബ്ലിങ്ക് ചെയ്ത് കാണിക്കുന്നില്ലേ, അപ്പം പെൻസിലിൻ്റെ ആ ഭാഗത്ത് നമ്മൾ 2 പ്രാവശ്യം ടാപ്പ് ചെയ്താൽ മതി. നമുക്ക് ഈ അഡ്ജസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന 2 കാര്യങ്ങൾ, ഇപ്പോൾ ഇറേസർ ഒരു പെന്നും ഉപയോഗിക്കുന്നെങ്കിൽ ഇറേസറും പെന്നുമായിട്ട് അത് തന്നെ ഷഫിൾ ചെയ്തോളൂ. നമ്മൾ പ്രത്യേകിച്ച് ഓരോ പ്രാവശ്യവും ടച്ച് ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല. നേരത്തെ ആപ്പിൾ പെൻസിലിനൊക്കെ നമ്മൾ ഓരോ പ്രാവശ്യവും ടച്ച് ചെയ്തെടുക്കണം. ഇതിനകത്ത് ആ പെൻസിലിൽ തന്നെ നമ്മൾ 2 പ്രാവശ്യം ടാപ്പ് ചെയ്താൽ മതി. Did you like the video? Then why not a thumbs up? Is there somebody who haven't subscribed to this channel? Then please don't